ഇന്നങ്ങനെ നട്ടുച്ചയായിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. അതായത് ഇവിടെ ഒരു എണ്ണപ്പനയുണ്ട്. എൻ്റെ മൂട്ടിൽ പൂവും കായുമുണ്ട്. അതൊന്നും കൊണ്ട് കാണിച്ചു തരാമെന്ന് വിചാരിക്കും. അത് കാണിച്ചു കൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അയ്യോ അത് പിന്നെ പറയാം. ഇതാണ് സാധനം. ഇത് എണ്ണപ്പന ആയിരിക്കണം. ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ എണ്ണപ്പന എന്നാണ് കണ്ടത്. എന്തരായാലും ഇതാണ് ആ സാധനം. ഇതതിൻ്റെ പൂവാകുന്നു. ഇതില്ലാതായിപ്പോയി. അതിന് പൂത്തൊക്കെ ഇരിക്കുന്നത്. ഇവിടെ കായുണ്ട്. ഇതിവിടെ ഇരുന്നോട്ടെ. ഓ അയ്യോ മുള്ളു. ഓ ഇതിൻ്റെ ഈ പുല്ല് കോല് കുത്തിയ പറഞ്ഞിങ്ങ വാ. യെസ്. അതിൻ്റെ കായ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഫോക്കസ് ആവുന്നില്ല. ഓ ഇതിനെ ഞാൻ അതിൻ്റെ കായ ഏകദേശം ഇപ്രകാരം ഇരിക്കും. ഒരുമാതിരി തേങ്ങ പോലെയാണ്. പറഞ്ഞു പോരുന്നതുമില്ലെന്ന്. അയ്യോ ഇത് കാണും പോലെയല്ല. അത് പറിച്ചെടുക്കാൻ ഭയങ്കര റിസ്ക്കാണ്. അത്യാവശ്യം നല്ല പാടുപെടേണ്ടി വരും. ആഹാ എന്താ കായിൻ്റെ ഒരു ഭംഗി. ഇപ്പം ഇങ്ങനെ ഇരിക്കണേ. ഇപ്പം ഇങ്ങനെ കറുപ്പല്ല, ശരിക്കും ഒരു നീല കളറാണ്. കറുപ്പല്ല, നീല പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഈ കായാണ് പഴുക്കുമ്പോൾ ഇത് ഓറഞ്ച് നിറമായിട്ടങ്ങ് മാറും. പിന്നെ അതിൻ്റെ പൂവുണ്ട്. ഫ്രഷ് പൂ, പുതിയ പൂവ്. ഇന്നലെ ഞാൻ വന്നപ്പോൾ ഈ പൂവിൽ ഇഷ്ടം പോലെ തേനീച്ചകൾ പൂവെടുക്കുന്നുണ്ട്. പൂവിൽ തേനെടുക്കുന്നതായിരിക്കണം. ഇതതിൻ്റെ ഇല്ലേ ഒന്നുമില്ല. ഇതാണ് എൻ്റെ ഫ്രഷ് പുതിയ പൂവ്. ഒരു പ്രത്യേകതരം മണമാണ് അതിന്. അതൊരെണ്ണം. കണ്ടത് തേനീച്ച അവിടെ ഇരുന്നിട്ട് വിശാലമായിട്ട് കാണിക്കാതിന്. ഇന്നലെ വന്നപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ തേനീച്ച വന്ന് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിലെല്ലാം അപ്പുറത്തേതിൽ. അപ്പോൾ ഇതിലും ഉണ്ടായിരുന്നിരിക്കണം. ഇത് ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഒറ്റ ഒരു തേനീച്ച അതാ വന്നിടത്ത് കറങ്ങനെ. ഇന്നലെ വന്ന സമയത്ത് രാവിലെയാണ് വന്നത്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പൂവാകുന്നു. നേരത്തെ ഇത് കായാകുന്നു. ഇത് അകം കാണിക്കട്ടെ. ഇത് വിളഞ്ഞ് പഴുക്കുമ്പോൾ ഇതിനകത്ത് തേങ്ങ പോലെ ആവും. തേങ്ങ തന്നെ ശരിക്കും പറഞ്ഞാൽ. തേങ്ങയുടെ രൂപേണ ഇതായി മാറുന്നതായിരിക്കും. അങ്ങനെ അതിൻ്റെ വായിൽ കൊണ്ട് കൈയിട്ട് കൊടുത്ത് കുത്തി മുറിഞ്ഞത് മാത്രമല്ല, അതിൻ്റെ ബ്ലഡും വന്നു. പിന്നെ ഇതാണ് പതിമുഖം. ഇവിടെ നമ്മളിതിനെ ചപ്പോങ്ങ് എന്നാണ് പറയുന്നത്. വെള്ളമൊക്കെ കാച്ചുന്ന ഒരു തരം മരം. അതിൻ്റെ കാതിലോട്ടിട്ടാണ് വെള്ളം കാച്ചുന്നത്. ഇതാണ് സാധനം. ഇതാ ഈ കുറ്റിയടിച്ചിരിക്കുന്നത് പരുന്താണ്. കണ്ടാൽ ഇലയോ തോല പോലെ ഇരിക്കുമെങ്കിലും പക്ഷേ അത് പരുന്താണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ഇനിച്ച് പറന്ന് പോവും. സൂക്ഷിച്ചോ. ഏത് നിമിഷവും അത് അവിടെ നിന്ന് വെച്ച് പറക്കാം. അതാ പോണം. പോയി. ഇത് കഴിഞ്ഞ ഏകദേശം ഒരാഴ്ച 3-4 ദിവസമായ ആനപ്പിണ്ടമാണ് ഈ പിണ്ടംസ്. ആന ഇറങ്ങി ഇവിടെ.
ആന ഇറങ്ങുന്ന മാത്രമല്ല പിണ്ടമുണ്ട്. ഞാനിങ്ങനെ തേരാപ്പാര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതായത് കഴിഞ്ഞ വീഡിയോ മറ്റേ ഞാൻ ആപ്പിൾ പറിച്ച് തിന്ന ആപ്പിൾ തിന്ന ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഞാനീ പോകുന്നത് മരടും പാറയിലോട്ട്. വീട്ടിൽ ഇരുന്ന് അപ്ലോഡ് ചെയ്താൽ സ്പീഡില്ല. ഇവിടെ വെച്ച് നോക്കുമ്പോൾ നെറ്റ് ഭയങ്കര ശോകം, സ്പീഡ് കുറവ്. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല, അപ്ലോഡ് ചെയ്യാനുള്ള സ്പീഡൊന്നും പോരാ. അപ്പോൾ അതുകൊണ്ട് ഉച്ചയായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മയിലാടും പാറയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുന്നതാണ് ഈ കാണുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് സംഭവം. ഇവിടുത്തെ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ഒരു വീഡിയോ ഇത് ഞാൻ പോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ. ഇതല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പോസ്റ്റ് ചെയ്യാതെ ഒരു വീഡിയോ എടുക്കണമെന്നുള്ളത്. അത് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ഇവിടെ ഇടുന്ന വീഡിയോകൾ മൊത്തം ഇതാണ്, എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നു ഞാൻ ഇടുന്നു. അങ്ങനെയാണ്. സാധാരണ ജീവിതത്തിലെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുകൊണ്ട് യൂട്യൂബിലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഉടനെ അങ്ങ് ചെയ്യണമെന്ന് എന്ത് ചെയ്യണമെന്ന് തോന്നുകയാണോ, എന്തൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നുകയാണോ അതിനെ ഉടനെ ഞാൻ വീഡിയോ ആയിട്ട് അങ്ങ് തള്ളുകയാണ്. ആ വിഷയത്തിൽ മാത്രം ഞാൻ ഒന്നിനും നോക്കിയിരിക്കുകയൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിലും, അതായത് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് ഉടനെ അങ്ങ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഒരുപാട് പ്ലാൻ കാത്തിരിക്കുകയും ചെയ്യാറില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഞാൻ വന്ന് മയിലാടും പാറ ഇതാ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഇത് തന്നെ. പക്ഷേ കാഴ്ച അതിമനോഹരമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഞാൻ ഇവിടെയാണ് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് അപ്ലോഡ് ചെയ്യാനുള്ള സ്പീഡ് കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. വീട്ടിൽ ഇരുന്ന് അപ്ലോഡ് ചെയ്ത പകൽ വെളുപ്പാങ്കാലത്ത് ഒരു 4 മണി തൊട്ട് 5-5:30 വരെയൊക്കെ നല്ല സ്പീഡാണ്. പകൽ സമയങ്ങളിലൊക്കെ അത് സ്പീഡ് കുറവ്. പിന്നെ ആ സമയത്തൊക്കെ ഞാൻ ഉറക്കം കളഞ്ഞിരുന്ന് അപ്ലോഡ് ചെയ്യാനുള്ളൊരു അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫ്രീ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 4 മണി 5 മണി സമയത്തൊക്കെ ഞാൻ ചത്ത് കിടന്നിട്ടുള്ള ഉറക്കമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് അപ്ലോഡ് ചെയ്യണം, കയറി അങ്ങ് പോകണം. അപ്പോൾ ഓക്കെ ബൈ. ഇല്ല, ഇതിനൊരു 8 മിനിറ്റ് ആക്കട്ടെ. 56, 57, 58, 59, 60.